നമസ്കാരം. സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാജി കുഞ്ഞുമോൻ. പ്രധാന വാർത്തകൾ. വടക്കഞ്ചേരി പട്ടണത്തിലെ വഴിയോര കച്ചവടക്കാർക്ക് പുതിയ കേന്ദ്രം. വഴിയോര കച്ചവടക്കാരെ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്ഥലത്തേക്ക് വിന്യസിപ്പിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി. 46 ഗ്രാം MDMA-യുമായി യുവാവും യുവതിയും വടക്കഞ്ചേരിയിൽ പിടിയിലായത് കോട്ടയം പൊൻകുന്നം ഈരാറ്റുപേട്ട സ്വദേശികൾ. മകീരം ഞാറ്റുവേലയും കനിഞ്ഞില്ല. തിരുവാതിരയിൽ പ്രതീക്ഷ അർപ്പിച്ച് ജില്ലയിലെ കർഷകർ. തിരുവാതിര ഞാറ്റുവേലയ്ക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായി. വടക്കഞ്ചേരി പട്ടണത്തിലെ വഴിയോര കച്ചവടക്കാരെ പഞ്ചായത്ത് ഒരുക്കിയ സ്ഥലത്ത് വിന്യസിക്കുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമായി. വടക്കഞ്ചേരിയിലെ പഴയ ആഴ്ചച്ചന്ത നിന്നിരുന്ന ഭാഗത്താണ് വഴിയോര കച്ചവടക്കാരെ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള സ്ഥലം ഏർപ്പാടാക്കിയിരിക്കുന്നത്. 35ഓളം കച്ചവടക്കാർക്ക് വാഹനം നിർത്തിയിട്ട് കച്ചവടം ചെയ്യാനുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. വടക്കഞ്ചേരി ടൗണിൽ നിലവിൽ വഴിയോര കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കാണ് ഈ സൗകര്യം ഏർപ്പാടാക്കിയിരിക്കുന്നത്. ടൗണിലെ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കുന്നതിനും അനധികൃത പാർക്കിംഗ് ഒഴിവാക്കുന്നതിനും പരിഹാരം എന്ന നിലയ്ക്കാണ് ആദ്യപടി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വഴിയോര കച്ചവടക്കാരെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി പാർപ്പിക്കുക എന്ന തീരുമാനം ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിലെടുത്തത്. 2 വർഷം മുൻപ് തീരുമാനം എടുത്തുവെങ്കിലും നാളിതുവരെ നടപ്പാക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. വടക്കഞ്ചേരി പഞ്ചായത്ത് പുതിയ ഭരണസമിതി ചേർന്നതിന് ശേഷമുള്ള ആദ്യ തീരുമാനങ്ങളുടെ ഭാഗമായിരുന്നു ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുക എന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ നടപടികൾ ആരംഭിക്കുന്നത്. പഴയ മാർക്കറ്റ് കെട്ടിടം പൊളിച്ചു നീക്കിയ ഭാഗത്ത് 2.5 മീറ്റർ 4 മീറ്റർ വലിപ്പത്തിലാണ് നിലവിൽ ഓരോ കച്ചവടക്കാരനും സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വഴിയോരങ്ങളിൽ കച്ചവടം ചെയ്യുന്ന 35ഓളം പേരാണ് ഇപ്പോൾ വടക്കഞ്ചേരി പഞ്ചായത്ത് ഓഫീസിൽ ഈ സൗകര്യത്തിനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിലവിൽ രജിസ്റ്റർ ചെയ്തവർക്കാണ് ഇപ്പോൾ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി നൽകുന്നത്. നമ്മുടെ വടക്കഞ്ചേരി ടൗണിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി പൊതുജനങ്ങൾക്ക് ഇപ്പം സുപ്രീം കോടതിയുടെ വിധി വന്ന ഒരു പശ്ചാത്തലവും കൂടിയുണ്ട്. അത് നമ്മളത് പത്രത്തിലൂടെ അറിഞ്ഞു. കാൽനട യാത്രക്കാർക്ക് നടപ്പാതകൾ സുഗമമായി കൊടുക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ ആ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ട് കുറേയേറെ കച്ചവടക്കാർ ഇതുമായിട്ട് സഹകരിക്കാൻ നമ്മളോട് സ്വമേധയാ വന്നിട്ടുണ്ട്. വളരെ സന്തോഷമാണ് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്. വികസനത്തിന് എല്ലാവരും ഒപ്പമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് അവർക്ക് വേണ്ട ഒരു പുനരധിവാസം എന്നുള്ള നിലയ്ക്ക് ഈ പ്രവർത്തനം നടത്തുന്നത്. ആ വരുന്ന ആളുകൾക്ക് മുഴുവൻ അതിനുവേണ്ട പ്രവർത്തനങ്ങളും അതിനുവേണ്ട സൗകര്യങ്ങളും ഒരുക്കാൻ വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കൂടെ ഉണ്ടാവും. ഇതൊരു വലിയ മാർക്കറ്റായി മാറും. നാളെ വരുന്ന കാലഘട്ടങ്ങളിൽ ഈ നാടിന് വേണ്ടി, ഈ നാടിൻ്റെ ഈ കച്ചവട സ്ഥാപനങ്ങൾക്ക് വേണ്ടി വടക്കഞ്ചേരി പഞ്ചായത്ത് അവരോടൊപ്പം ഉണ്ടാകും. അതിനെല്ലാവരും ഇനി കുറച്ച് ആളുകൾ എന്തെങ്കിലും സഹകരിക്കാൻ നിസ്സഹകരണമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരൂടെ വന്ന് ഇതിൻ്റെ ഭാഗമാക്കാകണം. വടക്കഞ്ചേരി പഞ്ചായത്തിൻ്റെ വികസനത്തിന് കൂടെ ഉണ്ടാവണം എന്നാണ് ഈ സമയത്ത് എനിക്ക് ഈ വഴിയോര കച്ചവടക്കാരെന്ന സഹോദരങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. 46 ഗ്രാം MDMA-യുമായി യുവാവും യുവതിയും വടക്കഞ്ചേരിയിൽ പിടിയിൽ. കോട്ടയം പൊൻകുന്നം സ്വദേശി എലിസബത്ത് 25 വയസ്സ്, ഈരാറ്റുപേട്ട അരുവിച്ചിറ കടുവാമൂഴി ഷാഹുൽ സുനീർ 29 വയസ്സ് എന്നിവരാണ് വടക്കഞ്ചേരി പോലീസിൻ്റെ പിടിയിലായത്. ഞായറാഴ്ച പകൽ 9 മണിയോടെ പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് സമീപമാണ് ഇവർ പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നും ഇരുവരും 2 ട്രാവൽ ബസ്സുകളിലായി കോട്ടയത്തേക്ക് വരികയായിരുന്നു. ബസ് ഇറങ്ങിയ ശേഷം മറ്റൊരു സ്വകാര്യ ബസ്സിൽ ഒരുമിച്ച് യാത്ര ചെയ്യാൻ കാത്തു നിൽക്കുന്നതിനിടെയാണ് ഇവർ പിടിയിലായത്. ഓപ്പറേഷൻ തോഫാന്റെ ഭാഗമായി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. പിടിയിലാവുമ്പോൾ ഇവരുടെ കൈവശം 45.253 ഗ്രാം MDMA ആണ് ഉണ്ടായിരുന്നത്. 24.089 ഗ്രാം ഷാഹുലിൻ്റെ പാൻസിൻ്റെ പോക്കറ്റിൽ നിന്നും 21.164 ഗ്രാം എലിസബത്തിൻ്റെ അടിവസ്ത്രത്തിൽ നിന്നുമാണ് കണ്ടെടുത്തത്. ബാംഗ്ലൂരിൽ നിന്നും ആണ് MDMA വാങ്ങിയെന്ന് ഇവർ പോലീസിനോട് പറഞ്ഞു. അന്തർസംസ്ഥാന ലഹരിക്കടത്ത് സംഘവുമായി ബന്ധമുള്ളവരാണ് ഇവർ എന്ന് പോലീസ് സംശയിക്കുന്നതായി പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾക്കായി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. SI ഫാദിർ റഹ്മാൻ, ASI PV പ്രദീപ്, സീനിയർ CPOമാരായ ജോൺ ക്രൂസ്, G ബവീഷ്, CPO റെയ്സ് ബാനു, ഡാൻസ് ഓഫ് സ്ക്വാഡ് അംഗങ്ങളായ ASI ബ്ലസൻ ജോസ്, CPOമാരായ A റിയാസ്, K ലൈജു, സജിന, റഹീമുത്തു തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. മകീരം ഞാറ്റുവേലയും കനിഞ്ഞില്ല. തിരുവാതിരയിൽ പ്രതീക്ഷ അർപ്പിച്ച് ജില്ലയിലെ കർഷകർ. തിരുവാതിര ഞാറ്റുവേലയ്ക്ക് തുടക്കമായി. കൃഷിയിറക്കാൻ ഞാറ്റുവേലകളെ ആശ്രയിച്ചിരുന്ന പാലക്കാട്ടിലെ കർഷകരെ നിരാശരാക്കി മകീരം ഞാറ്റുവേലയും അവസാനിച്ചു. തിങ്കളാഴ്ച മുതൽ തുടങ്ങുന്ന തിരുവാതിര ഞാറ്റുവേലയിലാണ് കർഷകരുടെ പ്രതീക്ഷ. മതിമറന്ന് പെയ്യേണ്ട മകീരം ഞാറ്റുവേലി കാര്യമായ മഴ ലഭിക്കാത്തത് ജില്ലയിലെ കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്.
ജൂൺ 8-ന് ആരംഭിച്ച മകീരം ഞാറ്റുവേല ഞായറാഴ്ച അവസാനിച്ചു. തിങ്കളാഴ്ച മുതൽ തിരുവാതിര ഞാറ്റുവേലയ്ക്ക് തുടക്കമാവുകയാണ്. തിരുവാതി തിരിമുറിയാതെ എന്നാണ് പഴമക്കാർ പറയുക. തിരിമുറിയാതെ മഴ ലഭിക്കാറാണ് പതിവ്. ഒന്നാം വിള ഞാറ്റെടുത്ത് തയ്യാറാക്കിയ കർഷകർ നടിയിൽ നടത്താൻ കഴിയാത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഞാറ് പാകിയ കർഷകർ 25 മുതൽ 28 ദിവസത്തിനുള്ളിൽ ഞാറ് പറിച്ച് നടി നടത്താറാണ് പതിവ്. എന്നാൽ മഴയില്ലാത്തത് ഒന്നാം വിള കൃഷിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. മൂപ്പ് കുറഞ്ഞ കാഞ്ചന, ജ്യോതി തുടങ്ങിയ വിത്തുകൾ പാകിയ കർഷകരാണ് കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്. DP7 മട്ട, ഉമ തുടങ്ങിയ മൂപ്പ് കൂടിയ വിത്ത് പാകിയവർക്ക് 35 ദിവസത്തിനുള്ളിൽ പറിച്ച് നടിയിൽ നടത്തിയാൽ മതിയാവും. പണ്ടുകാലത്ത് കാർഷിക കലണ്ടറായ ഞാറ്റുവേലകളെ ആശ്രയിച്ചാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് സ്ഥിതി മാറുന്ന അവസ്ഥയാണുള്ളത്. ഒന്നാം വിളിയിൽ നടിയിലിന് പകരം പൊടിവിത നടത്തിയ കർഷകരും ഇന്ന് പ്രതിസന്ധിയിലാണ്. ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തതിനാൽ കള പെരുകി കൃഷി നശിക്കുമെന്ന ആശങ്കയുമുണ്ട്. നെൽകൃഷിക്ക് പുറമെ പച്ചക്കറി ഉൾപ്പെടെയുള്ള മറ്റെല്ലാ കൃഷികളും തിരുവാതിര ഞാറ്റുവേലി കൃഷി ഇറക്കാറാണ് പതിവ്. ഒരു മാസം മുമ്പ് ഞാറിട്ട കർഷകർ പലരും മോട്ടോർ വെച്ച് വെള്ളമടിച്ചാണ് കൃഷിയെ സംരക്ഷിക്കുന്നത്. ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി കിഴക്കഞ്ചേരി 2 മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ കിഴക്കഞ്ചേരി 2 മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരം സംസ്ഥാന കമ്മിറ്റി അംഗം S. ഷക്കീർ ഉദ്ഘാടനം ചെയ്തു. ഷിബിനാസ് അധ്യക്ഷനായി. കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM കലാധരൻ സമ്മാനദാനം നിർവഹിച്ചു. ഷൂട്ടൌട്ട് മത്സരം എന്ന് പറയുന്നത് ഇപ്പോൾ യൂത്തിന്റെ ചെറുപ്പക്കാരുടെ ഒരു ഹരമായി മാറിയിരിക്കുകയാണ്. 12 ടീം അംഗങ്ങളാണ് ഇവിടെ പങ്കെടുത്തത് എന്നാണ് ഇവിടെ അറിയാൻ കഴിഞ്ഞത്. വിവിധ സ്ഥലങ്ങളിലെത്തിയ കായിക താരങ്ങൾ നിരവധി ആവശ്യങ്ങളൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ടാണ് ഈ പരിപാടി പങ്കെടുത്തത്. നമുക്കറിയാം DYFI എന്ന് പറയുന്ന പൊരുതുന്ന യുവജന പ്രസ്ഥാനം ഈ നാടിന്റെ അഭിമാനമായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ നിരവധിയായ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കി പോയ പ്രളയമാണെങ്കിലും അതുപോലെ തന്നെ കോവിഡ് മഹാമാരിയൊക്കെ വന്നപ്പോൾ ജീവൻ പണയം വെച്ചാണ് ഈ സമൂഹത്തിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ആനുകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ പൊതുജനങ്ങൾക്കെതിരായി വരുമ്പോൾ ആ പൊതുജനങ്ങൾക്കെതിരായി വരുന്ന പ്രശ്നങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണാധിവർഗത്തിനെതിരെ ശക്തമായ പോരാട്ടങ്ങൾ നടത്താൻ നിരന്തരം പ്രവർത്തിക്കുന്ന ഒരു സംഘടന കൂടിയാണ്. KV രാജൻ, സജിത ശിവദാസ്, PC പ്രതീഷ്, TV ശിവദാസ്, KK രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. കിഴക്കഞ്ചേരി പനംകുറ്റിയിൽ ചാരായവും വാഷും മാറ്റുപകരണങ്ങളുമായി ഒരാൾ പിടിയിൽ. പനംകുറ്റി കരടിയള സാജൻ തോമസ് 56 വയസ്സാണ് പിടിയിലായത്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് 1 ലിറ്റർ ചാരായവും 100 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും പിടികൂടിയത്. ആലത്തൂർ എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഞായറാഴ്ച വൈകിട്ട് പനംകുറ്റി സ്വകാര്യ ക്രഷർ യൂണിറ്റിന് സമീപത്തെ റബ്ബർ ഷീറ്റ് അടിക്കുന്ന ഷെഡിൽ നടത്തിയ പരിശോധനയിലാണ് വാഷുപകരണങ്ങൾ ഉൾപ്പെടെ പിടികൂടിയത്. വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെയും സർക്കാർ ആയുർവേദ ആശുപത്രിയുടെയും നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് സാധാരണഗതിയിൽ അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് വരുന്നതിന് മുമ്പ് ചികിത്സിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ വരാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മുന്നിലുള്ള വഴി എന്ന് പറയുന്നത് യോഗ കൊണ്ട് അതിനുള്ള അനന്തമായ സാധ്യതകൾ നമ്മുടെ മുന്നിൽ വയ്ക്കുന്നുണ്ട്. ടീച്ചറോട് സൂചിപ്പിച്ചു, നമുക്ക് മനസ്സിൻ്റെ ഒരു സന്തോഷവും സമാധാനവും ആണ് ഏറ്റവും പ്രധാനമാണ്. ശരിയാണ്, മനസ്സിന് സമാധാനം നൽകുന്ന, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലൊരു ആത്മവിശ്വാസം നൽകുന്ന, രോഗങ്ങളിലേക്ക് എത്താതിരിക്കാൻ, രോഗങ്ങൾ വരാതിരിക്കാൻ നമുക്ക് സ്വായത്തമാക്കേണ്ട അല്ലെങ്കിൽ പരിശീലിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് യോഗ. നിത്യജീവിതത്തിൽ എല്ലാവരും യോഗയിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു. വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അത് നമ്മുടെ പദ്ധതികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു പ്രൊജക്റ്റ് വെച്ചുകൊണ്ട് യോഗ പരിശീലനം നമുക്ക് നടത്താനുള്ള തീരുമാനങ്ങൾ എടുത്തു പോരുന്നു. വൈസ് പ്രസിഡന്റ് ശശികല ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക വലിയ ടീച്ചർ, വാർഡ് മെമ്പർ ഗീതു രതീഷ് എന്നിവർ ആശംസകൾ അറിയിച്ചു.
സ്ഥാപനത്തിലെ CMO ഡോക്ടർ സന്തോഷ് KK സ്വാഗതം പറഞ്ഞു. NAM മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശരണ്യ, ഡോക്ടർ അനുഗമ, സേതുമാധവൻ, ഡോക്ടർ ഗായത്രി പ്രദീപ്, പ്രശാന്ത് എന്നിവരുടെ നേതൃത്വത്തിൽ യോഗാ പ്രദർശനവും നടത്തി. 55 പേർ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് വടക്കഞ്ചേരി മോർ ഇവാനിയൻ കോളേജിൽ വെച്ച് ഡോക്ടർ അനുരുക്മ സേതുമാധവൻ, ഡോക്ടർ ഗായത്രി പ്രദീപ് നായർ, പ്രശാന്ത് എന്നിവരുടെ നേതൃത്വത്തിൽ യോഗാ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ആയക്കാട് പോൾ മറീന ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ആയക്കാട് NCC യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ യോഗാ ദിനം ആചരിച്ചു. പ്രധാന അധ്യാപിക ജയവലി ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. NCC ഓഫീസർ രാജേഷ് അധ്യക്ഷത വഹിച്ചു. കായിക അധ്യാപകനായ പ്രേജിത്ത് യോഗ ക്ലാസിന് നേതൃത്വം നൽകി. അജൽ ടീച്ചർ, സ്റ്റാഫ് സെക്രട്ടറി അസറാർ കുട്ടി എന്നിവർ സംബന്ധിച്ചു. പാലക്കാട് പിരിയാരി തവരത്തുപടി നവനീത കൃഷ്ണൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം നടന്നു. മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. പിന്നീട് നിർമ്മാല്യ ദർശനം, വാകച്ചാർത്ത്, അഭിഷേകം എന്നിവ ഉണ്ടായിരുന്നു. തുടർന്ന് മേളവും അരങ്ങേറി. അന്നദാനവും നടന്നു. വൈകുന്നേരം മഹാദീപാരാധനയും നാടൻപാട്ടും അരങ്ങേറി. ശബരിമല ഗുരുവായൂർ മുൻ മേൽശാന്തി തെക്കിനിയടത്തുമന കൃഷ്ണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.